ഇന്ന് ഞാൻ സംസാരിക്കുന്നത് സബ്സിഡിക്ക് വേണ്ടി മാത്രം ഒരു സംരംഭം തുടങ്ങരുതേ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. എല്ലാവർക്കും കച്ചവടം ചെയ്യാൻ സംരംഭം തുടങ്ങാനും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പറഞ്ഞ പോലെ ഒരു വ്യവസായം, ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു സംരംഭം എന്ന് പറഞ്ഞത് കേൾക്കാൻ സുഖകരമായ വാക്കാണെങ്കിലും അത് പ്രായോഗികമാക്കാൻ ഒരുപാട് കടമ്പകൾ കഴിഞ്ഞേ പറ്റും. ഞാനിവിടെ ഉദ്ദേശിച്ചത് ചെറുകിട ഇടത്തരം സംരംഭകരെ കുറിച്ചാണ്. വൻകിടക്കാരെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റേതായ മാനേജ്മെൻറ്റ് വളരെ വിപുലമായി തന്നെ അല്ലെങ്കിൽ സൂക്ഷ്മം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ സംരംഭത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയുന്ന ഒരു കഥ പോലെ ഒരു യുവാവ് സംരംഭത്തിന് വേണ്ടി സംരംഭം തുടങ്ങാൻ ആഗ്രഹിച്ച് ചില ആളുകളുടെ ഉപദേശം കേട്ട് അദ്ദേഹം മാർക്കറ്റിൽ പോയി കുറച്ച് കോഴിമുട്ട മേടിച്ചു, ഒരു കൂടെ കോഴിമുട്ട മേടിച്ചു. ആ കോഴിമുട്ട തലയിലേറ്റി വരുമ്പോൾ മറ്റുള്ളൊരു ഉപദേശം ഇതായിരുന്നു: ഇത് കൊണ്ടുപോയി ഒരു കോഴിമുട്ട വിരിപ്പിച്ച് ആ വിരിപ്പിച്ച കുഞ്ഞുങ്ങളെ വളർത്തി കൂടുതൽ കോഴികളെ ഉൽപ്പാദിപ്പിച്ച് നല്ല ഒരു വ്യവസായിയാകാം എന്നുള്ള ഉപദേശത്തിൻ്റെ പ്രകാരം അദ്ദേഹം ആ സ്വപ്നമായി നടന്നു വരുന്ന സമയത്താണ് കാലുവഴുതി കോഴിമുട്ട താഴെ വീണു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. അദ്ദേഹത്തിൻ്റെ സംരംഭത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും അവിടെ അസ്തമിച്ചു. അത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ കേരളത്തിൽ പൊതുവെ പലരും പെട്ടെന്ന് ഒരു സംരംഭം തുടങ്ങാൻ വരുമ്പോൾ അതിന് കിട്ടുന്ന ആനുകൂല്യം വരുമ്പോൾ പല ഭാഗത്തുനിന്നും നിങ്ങൾ വ്യവസായം തുടങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യാപാരം തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം സബ്സിഡി കിട്ടും എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, ഫിഷ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഒരുപാട് സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും അതല്ലെങ്കിൽ സംരംഭത്തിൽ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പട്ടണങ്ങളിലും ചെറുകിട പട്ടണങ്ങളിലെല്ലാം ചെയ്യാവുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അവരുടെ പ്രൊമോട്ടർ നിങ്ങളെ വന്ന് കാണുന്നു, നിങ്ങളെ കൂട്ടമായിട്ടോ ഒരു സംരംഭം തുടങ്ങാൻ പറയുന്നു. നിങ്ങൾക്ക് മത്സ്യകൃഷിക്ക് ഇത്രമാത്രം സബ്സിഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടമായി തുടങ്ങുകയാണെങ്കിൽ ഇത്രയധികം സബ്സിഡി ഉണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വലായി തുടങ്ങുകയാണെങ്കിൽ, വ്യക്തിപരമായി തുടങ്ങുകയാണെങ്കിൽ പല രീതിയിൽ സബ്സിഡി ഉണ്ട്. പല മത്സ്യങ്ങൾ പല രീതിയിൽ പല വളർത്തലിൻ്റെ രീതിക്കനുസരിച്ചാണ് സബ്സിഡി വിതരണം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, ഒരു 10 ലക്ഷം രൂപ മുതൽ മുടക്കുന്ന ഒരാൾക്ക് 2.5 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണും ചിമ്പി എടുത്തു ചാടി ആ 2.5 ലക്ഷം രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ അവരുടെ എല്ലാ നിയമങ്ങളും നോംസുകളും പരിപാലിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പറഞ്ഞ കുളത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എന്താണ് അവർ നിർദ്ദേശിക്കുന്ന അതിൻ്റെ ആഴം, നീളം, വീതി, അവരുടെ മറ്റു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്ലംബിങ് തുടങ്ങിയ അവരുടെ എല്ലാ പറയുന്ന നിബന്ധനകളും പാലിച്ച് നമ്മുടെ 7 ലക്ഷം രൂപ കൂടി കൂട്ടി നമ്മൾ കൃഷി ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് പുറമെ വരുന്ന നമ്മുടെ ഫീഡിങ് ചെലവ്, അത് നോക്കാനുള്ള കൂലി, സെൻസിറ്റീവായ ഇതുപോലുള്ള ജീവജാലങ്ങളെ വളർത്തുമ്പോൾ വരുന്ന അപകടകരമായ റിസ്ക് തുടങ്ങിയ പല കടമ്പകളും കഴിഞ്ഞ് ഇതൊരു ഹാർവസ്റ്റ് സമയത്ത്, വിളവെടുപ്പ് സമയത്ത് ഇതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ, വിപണിയിലെത്തിക്കുമ്പോൾ ഇത് വേണ്ടാത്തൊരവസ്ഥ വരികയും
നമ്മുടെ 2.5 ലക്ഷം സബ്സിഡി പോയിട്ട് മുടക്ക് മുതലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന പല സംരംഭങ്ങളും ഇന്ന് നാട്ടിൽ ഉണ്ട്. അതുകൊണ്ട് പല ആളുകളുടെയും സംരംഭം അല്ലെങ്കിൽ അവരുടെ വ്യവസായം അതോടുകൂടി നിലക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം വ്യക്തമായിട്ടത് ഉദാഹരണ സഹിതം പറയാൻ കാരണം. ഇപ്പോൾ അത് മറ്റു സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരുപക്ഷെ കർഷകർ കൂട്ടത്തോടു കൂടി കാർഷിക മേഖലയിൽ മത്സ്യകൃഷി വളർത്തിയിട്ടുണ്ടാവും. അവിടെ കൂട്ടത്തോടു കൂടി അവർക്ക് വിപണന കേന്ദ്രങ്ങൾ നമ്മുടെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് ഇവിടെ കൊടുന്ന് അവർ വിറ്റയക്കും. അവിടുത്തെ മത്സ്യങ്ങൾ ഇവിടെ വാങ്ങാൻ കച്ചവടമൊക്കെ തയ്യാറാണ്. കാരണം അവരുടെ വിലകളും കച്ചവടക്കാരുടെ വിലകളും തമ്മിലുള്ള അവരുടെ ഹിഡൻ ചില അജണ്ടകൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇവിടെ കൊണ്ടുവരുന്ന മത്സ്യത്തിന് നല്ല വിപണി ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വിളവെടുക്കുന്ന മത്സ്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ വിപണിയിൽ എത്തിക്കുമ്പോൾ അവർ നമ്മളെ തിരസ്കരിക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാറ്. കാരണം ആ മത്സ്യത്തിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് ഉപഭോക്താവിൽ നിന്ന് മറച്ചു വെക്കുക എന്നുള്ളത് ഒരു അവരുടെ ഒരു കച്ചവടത്തിൻ്റെ രഹസ്യമായിരിക്കാം. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, നമ്മൾ ഏതൊരു സംരംഭത്തിന് തുനിയുമ്പോഴും അതിൽ സബ്സിഡി എന്നുള്ള ഒരൊറ്റ ഒരു സുഖകരമായ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു മധുരം തരുന്ന ഒരു വ്യവസായത്തിന് അല്ലെങ്കിൽ കച്ചവടത്തിന് ഒരു മധുരമാണ് സബ്സിഡി എന്ന് കൊണ്ട് അല്ലെങ്കിൽ ആ വിചാരത്താൽ അത് തുടങ്ങരുതേ എന്നുള്ളതാണ്. അത് മാത്രം കണ്ടുകൊണ്ട് സംരംഭം തുടങ്ങരുതേ. അവിടെ നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത് നമ്മൾക്ക് ആ വ്യവസായത്തിലോ സംരംഭത്തിലോ വരുന്ന നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് അഡീഷണലായി എന്തെങ്കിലും കിട്ടിയ ലാഭകരമായി ചെയ്യാവുന്ന ഒരു ബിസിനസ്സിന് സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുള്ളൂ. അതൊരു സബ്സിഡി ഒരു വ്യവസായമല്ല, ഒരു സംരംഭമല്ല. അത് നമ്മൾക്ക് അവരുടെ തരുന്ന സ്ഥാപനങ്ങളുടെ നിബന്ധനകൾക്ക് വഴങ്ങിക്കൊണ്ട് നമുക്കത് പ്രയോജനപ്പെടുമോ എന്നുള്ളത് വളരെ ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണ്. എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടൂ. അല്ലെങ്കിൽ സബ്സിഡി അപകടം ചെയ്യും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അടുത്തൊരു വിഷയമായി പിന്നീട് വരാം. ഓക്കെ.